അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസത്തൊക്കെ വീഡിയോയിൽ നമ്മൾ കുറേ പേര് ചോദിച്ചായിരുന്നു ഈ ചെടികളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയത്, അല്ലെങ്കിൽ ഇതിനൊക്കെ എത്ര രൂപയായി എന്നൊക്കെ ചോദിച്ചായിരുന്നു, വില അറിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ കുറേ പേരുടെയൊക്കെ അതിൻ്റെ വിലകളൊക്കെ പറയാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വിത്തുകൾ എവിടെ നിന്നാണ് വാങ്ങുന്നത് എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം അതേക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ചെടികൾക്കെല്ലാം അത്യാവശ്യം നല്ല വിലയുണ്ട്. സിംഗിൾ പെറ്റൽ വെറൈറ്റിക്ക് മൾട്ടി പെറ്റലിനെ അപേക്ഷിച്ച് വിലകൾ കൂടുതലാണ്. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ, അതായത് പുതിയ പുതിയ കളറുകൾക്ക് വരുമ്പോൾ മിനിമം ചില ചെടികൾക്കൊക്കെ 1000 രൂപയായിരിക്കും തുടക്കത്തിൽ സ്റ്റാർട്ടിങ് വില. പിന്നെ അതൊക്കെ എല്ലാവരുടെയും കയ്യിലേക്ക് കോമൺ ആയിട്ട് എത്തുമ്പോഴാണ് 500, 200, 250 എന്നൊക്കെ തോതിൽ വിലകൾ കുറഞ്ഞു വരുന്നത്. പുതിയൊരു കളറൊക്കെ ലോഞ്ച് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 1000 രൂപയൊക്കെ ആയിരിക്കും സ്റ്റാർട്ടിങ് റേറ്റ്. അപ്പം ഇതൊക്കെ ഞാൻ ഒരു വർഷം മുമ്പ് വാങ്ങിയ ചെടിയാണ് ഈ കളറൊക്കെ. ഇതൊക്കെ അങ്ങനെ വെറൈറ്റി കളറുകൾക്കൊക്കെ വിലകൾ കൂടുതലാട്ടോ. ഞാൻ ആദ്യമൊക്കെ ചെടി വാങ്ങിക്കൊണ്ടുവന്നത് കോംബോ ഓഫറിലായിരുന്നു. കോംബോ ഓഫറിൽ വാങ്ങിയാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 ചെടി ചിലപ്പോൾ 2000 രൂപയൊക്കെ ആയിരിക്കും. അന്നേരം ആ ചെടികളിൽ പൂക്കൾ നമ്മൾ 1-2 പൂക്കൾ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച കളർ കാണത്തുള്ളൂ. ബാക്കിയത്തെയൊക്കെ നമുക്കൊരു താല്പര്യമില്ലാത്ത കളറുകളായിരിക്കും. അപ്പോൾ നമുക്ക് അത്രയും രൂപ 2000 രൂപ മുടക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊരു കുഴപ്പം ഉണ്ട്. അപ്പോൾ നമുക്കിഷ്ടപ്പെട്ട കളറുകൾ സിംഗിളായിട്ട് വാങ്ങുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ഏകദേശം ഒരു 300-400 ഒക്കെ തോതിലായിരിക്കും ചെടികൾ കിട്ടുന്നത്. ആ ചെടികൾ തീരെ ചെറുതായിരിക്കും കേട്ടോ. ഈ ചെടി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു റബ്ബി ലവിൻ്റെ പ്ലാന്റ് കണ്ട്. ഇത് തീരെ ചെറിയ ചെടിയാണ്. ഈ ചെടി ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ഒരു 350 രൂപ ആകും നമ്മുടെ കയ്യിൽ വരുമ്പോൾ. അതുപോലെ തന്നെ ഇതൊക്കെ ഇത് തീരെ ചെറിയ ചെടിയാണ്. ഇതിനും 350 രൂപയാവും ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ ഒരു ചെടി വരുമ്പോൾ. ഇത് പൂവെല്ലാം പൊഴിഞ്ഞു പോയി. നല്ല പൂവാണ്, മൊറീന അങ്ങനെയുള്ള വെറൈറ്റിയാണ്. ഇതെല്ലാം ഏകദേശം ആ റേറ്റ് ആവും, 350 രൂപ തോതാവും ഒരു ചെടി നമ്മുടെ കയ്യിൽ വരുമ്പോഴത്തേക്കും. പുതിയ കളറായിട്ട് ലോഞ്ച് ചെയ്ത കളറാണെങ്കിൽ നമുക്ക് ആ വിലയ്ക്ക് കിട്ടത്തില്ല. അതിനൊക്കെ ഒരു 500 രൂപ 600 രൂപ തോതിലായിരിക്കും മിക്കവാറും ഇത് കൊടുക്കുന്നവർ വിൽപ്പന. ഇതൊക്കെ അക്കിര എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതൊക്കെ ആദ്യകാലത്തൊക്കെ 1000 രൂപയൊക്കെയായിരുന്നു ഒരു ചെറിയ ചെടിയുടെ വില. ഇപ്പോൾ അതിന് വില കുറഞ്ഞിട്ട് ഒരു 300-350 തോതിൽ നമുക്ക് ഈ സൈസ് പ്ലാന്റ് കിട്ടും. ചെറിയ വിലയ്ക്ക് പ്ലാന്റ് കിട്ടും എന്ന് ഓർക്കരുതാരും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല വിലയുണ്ട്. ഏകദേശം ഒരു 400 രൂപ പ്രതീക്ഷിക്കാം ഒരു ചെടിക്ക്, ചെറിയ തൈക്ക്. അതായത് അതിൻ്റെ കോഡക്സ് ഒന്നും ഉണ്ടോ, വലിപ്പം ഒട്ടുമില്ല, തീരെ ചെറുതാണ്. അതിലൊരു 6-8 മാസമുള്ളൊരു സാധാ റൂട്ട് സ്റ്റോക്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചാണ് ഇതിപ്പോൾ ഈ ഒരു പകുതി ഉണ്ടായിരുന്നുള്ളത്. അതിൻ്റെ മേളിലേക്കൊക്കെ വന്നപ്പോഴാണ് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വളർന്നു കിട്ടുകയാണ്. അപ്പോൾ അതിനൊരു 400 രൂപ ഏകദേശം റേഞ്ച് ആവും. ഈ ഒരു വെറൈറ്റി നല്ല കളർ, അതായത് നമ്മൾ കളർ സെലക്ട് ചെയ്ത് വാങ്ങണമെങ്കിൽ ആ ഒരു റേഞ്ച് ആവും പ്ലാന്റിന്. അല്ല, കോമൺ കളറൊക്കെ നമുക്കൊരു 150 രൂപ 200 രൂപ തോതിൽ കിട്ടും. നമുക്ക് സെലക്ട് ചെയ്ത കളറുകൾ വാങ്ങണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. ഈ ചെടിയും ഏകദേശം ഞാനൊരു 350 രൂപയ്ക്കൊക്കെ വാങ്ങിയ ചെടിയാണ്. കണ്ടോ, കോഡക്സ് കണ്ടോ, തീരെ ചെറുതാണ്. പിന്നെ ഇത് നമ്മളിത് വളർത്തിയെടുത്ത് വലുതാക്കിയതാണ് ഇത്രയും. ഈ 2 കമ്പൊക്കെ ആയി കിട്ടിയത്, 2 ബ്രാഞ്ചായത്. അപ്പോൾ ഏകദേശം അത്രയും രൂപയാവും, ഒരു 350 രൂപ 400 രൂപ തോതാണ്. ഇത് കോമൺ കളറാണ്. ഇതിനൊക്കെ 150 രൂപയ്ക്കൊക്കെ കിട്ടും. ഇത് നമ്മൾ ഒരു 3 വർഷം മുമ്പ് വാങ്ങിയ തൈയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു 3 ഇരട്ടി 4 ഇരട്ടി വലിപ്പമായി. അന്നിത് 150 രൂപയ്ക്ക് കിട്ടിയ ചെടിയാണ് എനിക്കിത്. 150 രൂപയ്ക്ക് കിട്ടും ഈ കളറൊക്കെ. ഈ വലിപ്പമുള്ളൊരു ചെടിയൊക്കെ മേടിക്കണമെങ്കിൽ നമുക്കൊരു 500 രൂപ ഏകദേശം മുടക്ക് വരും. അതായത് നമുക്കിതിൻ്റെ കോഡക്സിൻ്റെ വലിപ്പം, അതേപോലെ ബ്രാഞ്ചുകളുടെ എണ്ണം, അങ്ങനെയൊക്കെ നോക്കിയാണ് ചെടികൾ നമുക്ക് ഇവർ തരുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ സെല്ലർമാർക്കും അവരുടെ ഇഷ്ടപ്പെട്ട വിലയാണ്. അതായത് ഇന്ന വിലയ്ക്ക് നിന്നും തരണമെന്നൊരു നിർബന്ധവുമില്ല. അവർ പറയണ വിലയാണ് അവരുടെ ചെടികൾക്ക്. പിന്നെ ചിലരൊക്കെ ഒരു 500 പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 100 രൂപയൊക്കെ താത്തി തരും, കുറച്ച് കൂടുതൽ എടുക്കുകയാണുള്ളത്. നല്ല കളറിന് എപ്പോഴും നല്ല വിലയാണ്. അതിപ്പോഴാണുള്ളത്, എപ്പോഴും അതെ. ഈ കോമൺ കളറുകൾക്ക് അധികം വിലയൊന്നുമില്ല, ഏതായാലും 200 രൂപ തോതിലൊക്കെ കിട്ടും.
നല്ല വെറൈറ്റി കളറുകൾ മേടിക്കണമെങ്കിൽ നല്ല റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. ചെറിയ വിലയ്ക്ക് നിങ്ങൾ ചോദിക്കുകയും ചെയ്യരുത്, കിട്ടത്തില്ല. പിന്നെ അത്രയ്ക്ക് പരിചയമുള്ളവരൊക്കെയാണ് ചിലപ്പോൾ റേറ്റ് കുറച്ച് തരും. ഈ ചെടി ഒരു മിനിയേച്ചർ ടൈപ്പ് പൂവാണ്, ചെറിയ പൂവാണ്. ഇതിനൊക്കെ ഒരു ചെടിക്ക് 550 രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ചെറിയ ചെടിക്ക് വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ടത് ചെറിയ വിലയ്ക്കൊന്നും കിട്ടത്തില്ല. അത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഭയങ്കര വില കേട്ടോ ചെടിക്ക്. ഞാൻ ചെടിയുടെ വിലകൾ മേടിക്കുന്നത് ഇത് പറഞ്ഞത് കൊൽക്കത്ത, അതേപടി ബംഗാൾ, കൊൽക്കത്ത, UP, ഡൽഹി, മുംബൈ, ബീഹാർ ഇങ്ങനെയുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരോടാണ് ചെടി മേടിക്കുന്നത്. അവിടെയൊക്കെയായിട്ട് ഈ റേഞ്ച്. ഇവിടെ നമ്മുടെ ഇവിടെ ഈ വിലയ്ക്കൊന്നും പ്രതീക്ഷിച്ചേക്കരുത്. ഇവിടെ നല്ല വെറൈറ്റിക്കൊക്കെ നല്ല വില തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ തരും അല്ലെങ്കിൽ ചെറിയ വിലയ്ക്ക്, പക്ഷെ തീരെ ചെറിയ ചെടിയായിരിക്കും. പിന്നെ ചെടി വാങ്ങുന്ന വേറൊരു രീതിയുണ്ട്. ഞാൻ വാങ്ങുന്നത് കേട്ടോ, റൂട്ട് സ്റ്റോക്ക് മേടിക്കാൻ കിട്ടും. അതായത് ഗ്രാഫ്റ്റ് ഒന്നും ചെയ്യാത്ത ചെടികൾ വലുത് കിട്ടും. നമ്മളത് മേടിച്ചിട്ട് അതിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വലിപ്പം കണ്ടോ. ഇതൊക്കെ ഞാൻ റൂട്ട് സ്റ്റോക്ക് വാങ്ങിയതാണ്. ഇത് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12 ഇഞ്ച് 10-15 ഇഞ്ചൊക്കെ വണ്ണം കാണും ഒരു പ്ലാന്റിൻ്റെ ചോടിന്. ഇതൊക്കെ 2 വർഷം മുമ്പ് വാങ്ങിയത്. അതൊരു 500 രൂപ ഒക്കെ ഏകദേശം ഒരു റേഞ്ച് ആവും. ഇതൊക്കെ ഒരു 300 രൂപ റേഞ്ചിന് കിട്ടും ഇത്രയും വണ്ണമുള്ള റൂട്ട് സ്റ്റോക്കുകൾ. ഇത് ഈ വലിപ്പമൊക്കെ ഒരു 500 രൂപ പ്രതീക്ഷിക്കാം ഏകദേശം ഒരു ചെടിക്ക്. അത് ഗ്രാഫ്റ്റൊന്നും അല്ല കേട്ടോ, ഒരു നാടൻ ചെടി. നാടൻ ചെടിയിൽ നമ്മൾ സാധാ നോർമൽ പൂക്കളുണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ, നമുക്ക് ഈ ബ്രാഞ്ചുകൾ കൂടുതൽ കാണും റൂട്ട് സ്റ്റോക്ക് മേടിക്കുമ്പോൾ. ഒരു മിനിമം ഒരു 3-4 ബ്രാഞ്ചുകൾ ചെടി കാണും. അപ്പോൾ നമുക്ക് ആ 4 ബ്രാഞ്ചിലും ഉണ്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം. അങ്ങനെ വാങ്ങുന്ന ചെടികൾക്ക് ഏകദേശം ഒരു കോഡക്സിന് നല്ല വലിപ്പം ഉണ്ടെങ്കിൽ 500 രൂപയ്ക്ക് മേളിലാകും വില. അതിൽ താഴെയാണെങ്കിൽ 400-300 ആ ഒരു റേഞ്ചാണ്. ഇങ്ങനെയുള്ള ചെടികൾക്കെല്ലാം ആ ഒരു റേഞ്ചിലാണ് വില. ഒരു 400-500 രൂപയൊക്കെ തോതാണ്. അപ്പോൾ ഇതിലും വണ്ണം കോഡക്സിന് വലിപ്പം ഉണ്ടെങ്കിൽ അത് 500 എന്നുള്ളത് 1000 രൂപയിലേക്കൊക്കെ കിടക്കും. 700, 800, 1000. ഓരോരുത്തരും അവരവരുടെ ചെടിക്കൊക്കെ അവരവർ വില ഇട്ടേക്കണത്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം, അതാണ് എൻ്റെ പ്രത്യേകത. നല്ല റേറ്റ് തന്നെയാണ് ചെടികൾക്കെല്ലാം വില ഇട്ടേക്കുന്നത്. ചെറിയ വിലയ്ക്ക് ചെടികൾ കൊടുക്കുന്നവർ കുറവാണ്. വലിയ ചെടികൾ ഇതിൻ്റെയൊക്കെ കോഡക്സ് ഉണ്ട്, നല്ല വലിപ്പമുള്ള കോഡക്സാണ്. വലിപ്പം കൂടിയത് മേടിക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. ഇന്നലെ മഴയായിരുന്നു, അതുകൊണ്ട് പൂക്കളൊക്കെ അധികം രാത്രിയുള്ള മഴ പറഞ്ഞില്ല, അതുകൊണ്ട് പൂക്കളെല്ലാം തന്നെ കൂടെ പോയി. ഈ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി പേര് വിൽക്കാനിട്ടിരിക്കുന്നുണ്ട്, അതായത് അന്യസംസ്ഥാനത്തുള്ളവർ. അവിടെയൊക്കെ ഏകദേശം ഒരു സ്ഥിരമായിട്ട് വിൽക്കുന്നവരുടെ പ്രൊഫൈൽ കണ്ടാൽ നമുക്കറിയാം അവർ ഒത്തിരി ചെടികൾ വിൽക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കമൻറ്റൊക്കെ കണ്ടറിയാം കൃത്യമായിട്ട്. അവരൊന്നും നമ്മളെ പറ്റിക്കത്തില്ല. അവരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ നമുക്ക് വലിയ വില കൊടുക്കണ്ട. ചെറിയ ചെടികളൊക്കെ ആണെങ്കിൽ 250-300 രൂപ തോതിലൊക്കെ നമുക്ക് കിട്ടും. സെലക്ട് ചെയ്ത കളറുകൾ വാങ്ങുമ്പോഴാണ് വില കൂടുതലാകുന്നത്. അത് കാര്യം മറക്കണ്ട കേട്ടോ. അപ്പോൾ സെലക്ട് ചെയ്ത് വാങ്ങാൻ പോയാൽ നല്ല റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ ചിലർ ചോദിച്ച് ഈ വിത്തൊക്കെ ഒരു ഏകദേശം ഒരു 5 ഇഞ്ച് താഴെയുള്ളൂ വലിപ്പം. ഇതിലേക്ക് ഒരു സീഡ് പോട്ടിൽ ഏകദേശം ഒരു 30 വിത്തുകൾ കാണും. ഒരു 6 ഇഞ്ച് 7 ഇഞ്ചൊക്കെ വലിപ്പമുള്ള സീഡ് പോട്ടാണെങ്കിൽ ഒരു 50 വിത്ത് വരെ കിട്ടാറുണ്ട്. നാടൻ ചെടികളിലാണ് കൂടുതലായിട്ടും സീഡ് ഉണ്ടാകുന്നത്. ഗ്രാഫ്റ്റ് ചെടികളിൽ അധികം ഉണ്ടാകാറില്ല. എനിക്കിപ്പോൾ ഈ വർഷമാണ് ഒരു 5-6 സീഡ് പോട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് സെയിലൊന്നും ചെയ്യാറില്ല. കാരണം നമ്മളത് പിന്നെ മുളപ്പിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ സൗകര്യം പോലെ നമ്മൾ ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. സീഡ് വിൽപ്പനയില്ല. സീഡും ചെടികളും വിൽപ്പനയില്ല. ഇതുവരെ നിലവിൽ ആർക്കും അങ്ങനെ വിറ്റിട്ടില്ല ചെടികളൊന്നും. നമ്മുടെ ഒരു കാണുമ്പോൾ ഒരു സുഖം, അതുകൊണ്ട് വളർത്തുന്ന ചെടികളാണിതെല്ലാം. ചെടികളൊന്നും ഇതുവരെ വിൽപ്പന ഒന്നും കൊടുത്തിട്ടില്ല. ഇനി ഭാവിയിൽ വിൽക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടും വിൽക്കാൻ പ്ലാനുള്ളപ്പോൾ. ഇപ്പം നിലവിലൊരു ചെടികൾ പോലും നമ്മൾ ഇതുവരെ വിറ്റിട്ടില്ല. നിങ്ങൾക്ക് ചെടികൾ മേടിക്കാൻ പ്ലാനുണ്ടെങ്കിൽ FBയിൽ നമ്മൾ അടിയനത്തിൻ്റെ ഗ്രൂപ്പുകളുണ്ട് ഒത്തിരി. ഇവിടെയുള്ളവരല്ല, പുറത്തുള്ളവരുടെ. അതിൽ നമ്മൾ കയറി ചെക്ക് ചെയ്താൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിൽ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചെടികളുടെ ഡീറ്റെയിൽസും വിലയെല്ലാം അറിയാൻ പറ്റും.
നമുക്ക് എല്ലാ കളറൊന്നും വാങ്ങണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ എല്ലാവർക്കും ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കളറുകളുണ്ട്. അപ്പോൾ അതവരാണെങ്കിൽ സിംഗിൾ പീസായിട്ട് നമുക്ക് തരും, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ മതി. പുതിയ കളറുകൾ ഒഴിച്ച് ബാക്കി എല്ലാ കളറും ആവറേജ് ഒരു ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ഒരു 350-400 രൂപ തോതിൽ നിങ്ങൾക്ക് ചെടികൾ കിട്ടും. വലിപ്പം പ്രതീക്ഷിക്കരുത് കേട്ടോ. വലിപ്പം കോഡക്സിന് വലിപ്പം ഉണ്ടെങ്കിൽ ചെടിക്ക് വില കൂടും, അത് ഉറപ്പായ കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് റൂട്ട് സ്റ്റോക്ക് വളർത്താൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അവരുടെ നിന്ന് ചോദിച്ചാൽ റൂട്ട് സ്റ്റോക്കും കിട്ടും. അതൊക്കെ ഒരു 250-300 കൊടുത്ത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂട്ട് സ്റ്റോക്ക് തന്നെ കിട്ടും. അത് നമ്മൾ വളർത്തിയിട്ട് അതിൽ നമ്മൾ ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല സൗകര്യം പോലെ അടിപൊളി ചെടികൾ വളർത്തിയെടുക്കാം. നമ്മുടെ ഇവിടെ ചെടി വാങ്ങാൻ പോയാൽ എല്ലാം കോമൺ കളറുകളാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് ചെടി വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പുതിയ അതായത് കൂടുതൽ കളറുകൾ, വെറൈറ്റി കളറുകൾ കിട്ടണമെങ്കിൽ. അപ്പോൾ വിലയുടെ കാര്യത്തിലേക്ക് ഒരു ഐഡിയ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ വിത്തിൻ്റെ കാര്യത്തിൽ വിത്ത് ഒരു 100 വിത്തൊക്കെ 350 രൂപയ്ക്ക് നമുക്ക് കിട്ടും. പിന്നെ ബൾക്കായിട്ട് വിത്തൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതായത് 5000-10000 വിത്തൊക്കെ മേടിക്കുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 1 രൂപ തോതിൽ വിത്ത് കിട്ടും. അതൊക്കെ വ്യാവസായികമായിട്ട് ചെടി വിൽപ്പനയ്ക്ക് ഉള്ളവർക്ക് പറ്റിയ പരിപാടിയാണ്. ഇപ്പോൾ 8-10 ചെടിയൊക്കെ വളർത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ കുറച്ച് വിത്തുകൾ മേടിച്ച് ഭാഗ്യം മുളപ്പിച്ച് ചെയ്യുകയായിരിക്കും ബെറ്റർ. അതേപോലെ ചെടിയാണുള്ളത്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കുറച്ച് കളറുകൾ വാങ്ങി നടുക. 10 കളറൊക്കെ മതി, ഇഷ്ടപ്പെട്ട കളറുകളുണ്ട്. വിൽക്കാൻ പ്ലാനുള്ളവരാണെങ്കിൽ നമുക്ക് എല്ലാ കളറും മേടിച്ച് നടാം. ഞാൻ വിൽപ്പനയുള്ള ആളല്ല, അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ മാത്രം നമ്മൾ നടുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് മേടിച്ചത് FB വഴിയാണ്. FBയിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും പുറത്തുള്ളവരുടെ. അപ്പോൾ ഏകദേശം ഒരു 300-400 രൂപ തോത് പ്രതീക്ഷിക്കുക. നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ കിട്ടും. പുതുതായിട്ട് വരുന്ന കളറുകൾ കിട്ടത്തില്ല, അങ്ങനെയൊക്കെ ഒരു 500 രൂപ മുകളിലായിരിക്കും റേറ്റ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ചെടികളെക്കുറിച്ചൊരു വേറൊരു വീഡിയോ ചെയ്യാം. ചെടികളുടെ വളങ്ങളും ഇത്രയും കരുത്തിന് ചെടികൾ വളരുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ വിശദമായിട്ട് നമുക്ക് ചെയ്യാം അടുത്ത ദിവസമാകട്ടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.